പെഹൽഗാം വിഷയം ഇന്നലെ ദേശീയ ചാനലോട് പറഞ്ഞായിരുന്നു. അത് സെക്യൂരിറ്റി ലാബ്സിനെ പറ്റി ഇപ്പൊ ചർച്ച വേണ്ട എന്നുള്ള കാര്യം. യഥാർത്ഥത്തിലുള്ള സെക്യൂരിറ്റി ലാബ്സ് ചർച്ച വേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞത്? സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായെന്നൊരു സംശയവുമില്ല, ഇത് സംഭവിച്ചുമില്ല. പക്ഷേ നമുക്ക് അക്കൗണ്ടബിലിറ്റി ആവശ്യപ്പെടാനുള്ളതും സർക്കാരിൻ്റെ വക അക്കൗണ്ടബിലിറ്റി ഒരു അന്വേഷണം നടത്തിയിട്ട് പിന്നെ പഠിക്കാനും എടുക്കാനും അതിൻ്റെ സമയം ഇപ്പോഴാണോ അതോ ഈ ക്രൈസിസ് കഴിഞ്ഞ ശേഷമാണോ? നമ്മളെല്ലാവരും ഒരു റിറ്റാലിയേഷൻ്റെ ഒരു അവസരം കാത്തിരിക്കുകയല്ലേ? അത് കഴിഞ്ഞ ശേഷം എല്ലാം ഈ കഥ നമ്മളൊരു ചാപ്റ്റർ ക്ലോസ് എന്ന് പറഞ്ഞ ശേഷമല്ലേ നമ്മൾ പഠിക്കേണ്ടത്. ഇതാണ് ഞാൻ ഉദാഹരണം കാണിച്ചു കൊടുത്തത്. ഇസ്രായേലിൽ അവിടെയും ഒരു വലിയൊരു വീഴ്ചയുണ്ടായിരുന്നു. അവർ വലിയൊരു പ്രസിദ്ധപ്പെട്ട ഇൻ്റലിജൻസ് സർവീസാണ്. അവർ എല്ലാവരും പബ്ലിക് ഒപ്പീനിയനും പറയുന്നു ഈ പ്രധാനമന്ത്രി അടക്കം അക്കൗണ്ടബിൾ ആണ്. പക്ഷെ യുദ്ധം കഴിയുന്നവരെ ആരും പിന്നെ രാജിവെക്കണമെന്നോ സർക്കാർ ഇറങ്ങണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ യുദ്ധം കഴിയട്ടെ, പിന്നെ ഉറപ്പമായിട്ട് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുമെന്നാണ് ഇസ്രയേലീസ് പറയുന്നത്. അതുപോലെ ഞാനും പറയുന്നത് അക്കൗണ്ടബിലിറ്റി വേണം. പക്ഷെ ഇപ്പോഴല്ല ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത്. അത്രയും ഒരു ആക്രമണമാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഡിപ്ലോമാറ്റിക് ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ലെന്ന് ഡിപ്ലോമസിയൊക്കെ നിങ്ങൾ പറയുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാർ എന്താ ചെയ്യേണ്ടതെന്നോ അതോ ഞാൻ എന്താ ചെയ്യേണ്ടത്? കേന്ദ്ര സർക്കാർ പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽ ഡിപ്ലോമാറ്റിക് ആക്ഷൻ ഉണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ പല സാധ്യതകളും വേണമെങ്കിൽ എൻ്റെ ഒരു ആർട്ടിക്കിൾ ഇന്നലെ ഇറങ്ങി NDTV.com അത് ഞാൻ എല്ലാ ഓപ്ഷൻസും ഞാൻ കാണുന്ന ഓപ്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്കറിയാം ചില പിന്നെ കവേർട്ട് ആക്ഷൻസ് ഉണ്ടാവും, ചില ഓവേർട്ട് ആക്ഷൻസ് ഉണ്ടാവും. സർക്കാരാണ് തീരുമാനിക്കുന്നത്. നമ്മളെ ഞാൻ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സാധാരണ നിങ്ങളെപ്പോലെ ഒരു അഭിപ്രായം പറയുന്ന ഒരാളാണ്, അത്രയേ ഉള്ളൂ. പക്ഷേ പിന്നെ ഇൻ്റലിജൻസ് വഴിക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. സൈബർ വാർഫെയറിൻ്റെ സമയം ഒരു പക്ഷേ 21-ാം നൂറ്റാണ്ടത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാറായി സൈബർ ആക്ഷൻസ് എടുക്കാൻ സാധിക്കും. അതിൻ്റെ ഒപ്പം പിന്നെ ടാർഗറ്റഡ് അറ്റാക്സ്, ഡ്രോൺ അറ്റാക്സ്, മിസൈൽ അറ്റാക്സ് എന്തൊക്കെ ചെയ്യാം. എന്തുകൊണ്ട് മിലിറ്ററി ആക്ഷൻ എടുത്തുകൂടാ? അവർ നമ്മുടെ രാജ്യത്ത് വന്ന ആൾക്കാരെ പിന്നെ കൊന്നിട്ട് പിന്നെ പോകാൻ എളുപ്പത്തിൽ നമ്മൾ സമ്മതിക്കാൻ സാധിക്കും. അതിനൊരു പ്രൈസ് പേ ചെയ്യണ്ടേ? അപ്പം നമ്മൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു റെസ്പോൺസ് കൊടുക്കണം ഉറപ്പമായിട്ട്. ആ റെസ്പോൺസ് വഴിക്ക് നമുക്കൊരു സന്ദേശം ഉണ്ടാവണം. നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വെറും ഫ്രീ ആയിട്ട് ചെയ്തിട്ട് പോകാൻ സാധിക്കില്ല. ആ കാലം കഴിഞ്ഞു. നിങ്ങൾക്ക് യു വിൽ ഹാവ് എ പ്രൈസ് ടു പേ ഇഫ് യു ഡു ദിസ് ആൻഡ് ദിസ് ഈസ് ദ പ്രൈസ് ടുഡേ, ടുമോറോസ് പ്രൈസ് വിൽ ബി ഗ്രേറ്റ്. ആ സന്ദേശം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറയണത് നമ്മൾ ഇതൊക്കെ സർക്കാരിന് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. അവരാണ് ഭരണത്തിൽ, അവരാണ് ഉത്തരവാദിത്വം, അവർക്കാണ് ഇൻ്റലിജൻസ് ഉള്ളത്, അവർക്കാണ് എല്ലാ വിധത്തിലും തീരുമാനം എടുക്കേണ്ടത്. ഇതിന് നമ്മൾ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ഭാരതീയ പൗരനും സർക്കാരിൻ്റെ ഒപ്പം നമ്മളുടെ പതാകയുടെ പിന്നിൽ നിൽക്കണം. അതാണ് നമ്മളുടെ ഒരു കടമ ഈ സമയത്ത്. അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെ വേറെ ചർച്ചകൾ ചെയ്യാൻ ഒരു ജനാധിപത്യത്തിനകത്ത് പൂർണ്ണ അവകാശമുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴല്ല സമയം കാണുന്നത്. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല കാർഗിൽ സംഭവിച്ചപ്പോൾ. എൻ്റെ ഓർമ്മയിൽ കാർഗിൽ സമയത്ത് ഞാൻ വായിച്ചത് എല്ലാവരും സർക്കാർ, വലിയ ഭൂരിപക്ഷം ഉണ്ടാകുന്ന സർക്കാരായിരുന്നില്ല വാജ്പേയി സർക്കാർ, എല്ലാവരും അവരൊപ്പം നിന്നു. യുദ്ധം കഴിഞ്ഞ ശേഷമാണ് ചർച്ചയും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ ഉണ്ടായത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇത് നടക്കട്ടെ, നമ്മൾ ഇവരെ വിട്ടുകൊടുക്കരുത്. ഈ ആക്ഷൻ എടുത്ത ശേഷം നമ്മൾ പിന്നെ വേറെ വിഷയങ്ങൾ ചിന്തിക്കാം. പക്ഷേ നമ്മൾ എന്തായാലും ഈ കാര്യത്തിൽ ഭാരതീയ പൗരന്മാരായിട്ടാണ് ചിന്തിക്കേണ്ടത് ആണ് എൻ്റെ അഭിപ്രായം. ഞാൻ എന്തായാലും ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഞാനൊരു പാർട്ടി വാക്താവല്ല, നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ പാർട്ടിയുടെ പേരിലല്ല സംസാരിച്ച് ഞാനൊരു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ചോദിച്ചു. ഞാനൊരു പേഴ്സണൽ ഒപ്പീനിയൻ കൊടുത്തു. Subscribe to One India and never miss an update.